ഇതിപ്പോൾ ഈ മൃതദേഹമായിട്ട് എങ്ങോട്ടേക്കാണ് ഈ മൃതദേഹമായിട്ടുള്ള യാത്ര എങ്ങോട്ടേക്കാണ്? ഞങ്ങളിത് ടൗണിൽ പൊതുദർശനത്തിൽ വെക്കുകയാണ്. ധാരാളം ആളുകൾ ഗാന്ധി സ്ക്വയറിലേക്ക് വരികയാണ്. ഞങ്ങൾ ആശുപത്രിയിലെ അസൗകര്യം ഒഴിവാക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് ബോഡി കൊണ്ടെടുത്തത്. വളരെ വൈകാരികമായ ഒരു വിഷയമാണ്. ഈ കാഞ്ഞിരവേലി പ്രദേശത്തും അല്ലാതെ വനയോര മേഖലകളിലെല്ലാം വലിയ അരക്ഷിതാവസ്ഥയും വലിയ ആശങ്കയും നിലനിൽക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസമാണ് ഈ കോതമംഗലം പട്ടണത്തിൽ 10,000 അണിനിരന്ന വലിയൊരു സമരം നടന്ന ഈ വിഷയത്തിൽ. പക്ഷേ അത് എത്രയോ ലാഘവത്തോടു കൂടിയാണ് സർക്കാർ കണ്ടത് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സർക്കാരിൻ്റെ വളരെ ലാഘവത്തോടു കൂടിയുള്ള ഈ നടപടിക്കെതിരെയും ഉത്തരവാദിത്തപ്പെട്ട ഞങ്ങൾ മന്ത്രിയുമായി സംസാരിച്ചിരുന്നു. സർക്കാരിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് ഈ വിഷയത്തിൽ വ്യക്തമായ ഉറപ്പുകൾ നൽകുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ആവശ്യം. MLA എന്ന നിലയിൽ താങ്കൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷം സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ തലത്തിൽ സംസാരം എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഞാൻ മിനിസ്റ്ററായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തെ ഞാൻ കാര്യങ്ങൾ ധരിപ്പിച്ചു. അദ്ദേഹം അപ്പം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് സർക്കാരിൽ അദ്ദേഹം തന്നെ വരണമെന്നായിരുന്നു ഞങ്ങളുടെ ആവശ്യം. പക്ഷേ അദ്ദേഹം എന്തോ ഒരു ചികിത്സയിലാണ്ട് അദ്ദേഹത്തിന് വരാൻ കഴിയില്ല. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരെ ആരെങ്കിലും സർക്കാർ അയച്ചാൽ ഈ ജനങ്ങളുടെ വിഷയം പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയാൽ ഞങ്ങൾ ഈ പ്രതിഷേധം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഡിമാൻഡ് എന്തൊക്കെയാണ് ഇപ്പോൾ? നമ്മുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് നിരന്തരം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്തിടെയാണ് ഇവിടെ മറ്റൊരു മരണം ഇതുപോലെ സമാനമായ രീതിയിൽ ഉണ്ടായത്. സ്വാഭാവികമായിട്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് ശാശ്വതമായ പരിഹാരമാണ് വേണ്ടത്. RRT അല്ലെങ്കിൽ ഇവിടെ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വളരെ അലംഭാവം അല്ലെങ്കിൽ വളരെ അലസമായ അപ്രോച്ചാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. കാര്യങ്ങൾ അറിയിച്ചാൽ പോലും നടപടി ഉണ്ടാകുന്നില്ല. ഫെൻസിങ് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിനൊരു ശാശ്വതയ്ക്ക് ഇത് കോതമംഗലത്തെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രദേശത്തോ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. വയനാടും ഇടുക്കിയിലും കോതമംഗലം എന്ന് വേണ്ട എല്ലാ മലയോര മേഖലകളിലും ജനങ്ങൾ ദുരിതത്തിലും ദുഃഖത്തിലുമാണ്. അവരുടെ എല്ലാം വികാരം ചേർത്താണ് ഞങ്ങൾ ഇന്ന് ഈ പ്രതിഷേധത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. ഈ കാര്യത്തിന് സർക്കാർ വ്യക്തമായ വെറും വാക്കുകളും പാഴ്വാക്കുകളും അല്ലാതെ വ്യക്തമായ നടപടികളിലേക്ക് കടക്കാതെ ഞങ്ങൾക്ക് പ്രതിഷേധം അവസാനിപ്പിക്കാൻ കഴിയില്ല. സർക്കാർ തലത്തിൽ നിന്ന് വന്ന ഒരു ഡിമാൻഡ് അംഗീകരിക്കാണ്ട് ഈ പ്രതിഷേധം അവസാനിപ്പിക്കില്ല. സർക്കാർ ഭാഗത്തുനിന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അതായത് നിങ്ങൾ വെക്കുന്ന ഒരു ഡിമാൻഡുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം ഉണ്ടാകാണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആരെങ്കിലും വരാണ്ട് ഈ സമരം അവസാനിപ്പിക്കില്ല. ഇല്ല സമരം അവസാനിപ്പിക്കില്ല. ഞങ്ങൾ ഈ മരിച്ച കുടുംബത്തോട് സംസാരിച്ചിരുന്നു. ഇത് ഒറ്റപ്പെട്ട ഒരു കുടുംബത്തിന്റെ ഒരു വീടിന്റെ കാര്യമല്ല എന്നും ഇത് ഒരു പൊതു പ്രശ്നമാണെന്നും ഇനിയൊരു സംഭവം ഇങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സംഘർഷത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഈ ഡെഡ് ബോഡി ഇതുപോലൊരു പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നതിൽ ഉള്ള പ്രയാസം അവരോട് ചോദിച്ചു. പക്ഷെ അവരടക്കം പറഞ്ഞത് ഇനിയൊരാൾക്കും ഇങ്ങനെ അനുഭവം ഉണ്ടാവരുത്, അതിനുവേണ്ടി പ്രതിഷേധം തീർക്കുന്നതിനോട് അവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ പോലീസുമായിട്ട് ഉന്തും തള്ളിലേക്ക് കിടക്കുകയാണ്. വലിയ പ്രതിഷേധമാണ്. MLA-മാർ അതോടൊപ്പം തന്നെ MP ഉൾപ്പെടെയുള്ളവരുണ്ട്. പോലീസുമായിട്ടൊരു ഉന്തും തള്ളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും വലിയ രീതിയിലൊരു പ്രതിഷേധത്തിലേക്ക് തന്നെ നീങ്ങുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കാണാം. അതായത് ഇവർ ടൗണിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിലവിൽ ഈ മൃതദേഹവുമായി എടുത്തത്. പോലീസ് അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തീർക്കുകയാണ്. ദൃശ്യങ്ങൾ കാണാം. വലിയ പ്രതിഷേധമോടെ ഉണ്ടാവുകയാണ്. പോലീസും കോൺഗ്രസ് പ്രവർത്തകരും ജനപ്രതിനിധികളും ഇവിടെയുണ്ട്. MP ഉണ്ട്, MLA-മാരുണ്ട്, DCC പ്രസിഡന്റുണ്ട്. പോലീസുമായി ഒന്നും തള്ളുന്നുണ്ടാവുകയാണ്. നേരത്തെ ഉണ്ടായിരുന്നു. ബലമായി മൃതദേഹവുമായി കൊണ്ട് നടക്കുന്ന പ്രതിഷേധത്തിന് പിന്നാലെയാണ് ഈ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പോലീസ് അതാ മൃതദേഹം ഏറ്റുവാങ്ങാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തും ഉണ്ടാകുന്നു. പക്ഷേ നേരത്തെ മാതൃത്വനാഥൻ പ്രതികരിച്ചനുസരിച്ച് എന്ന് പറയുന്നത് ബന്ധുക്കളോട് പറഞ്ഞിട്ടാണ്, അവരോടുകൂടി പറഞ്ഞിട്ടാണ് ഇനിയൊരാൾക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ള കാര്യം ാണ് അവരോട് പറഞ്ഞാണ് മൃതദേഹവുമായുള്ള പ്രതിഷേധം നടത്തുന്നതെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ മൃതദേഹവും വേണ്ടിക്കൊണ്ടുള്ള പ്രതിഷേധം കോൺഗ്രസ് പ്രതിഷേധം നടത്തുകയാണ്. ശക്തമായ പ്രതിഷേധമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനരോഷം കത്തിക്കയറുകയാണ്. അതിവൈകാരികമായ രീതിയിലേക്ക് പ്രതിഷേധം നടക്കുന്നു. കോൺഗ്രസ് MLA-മാരും MP-മാരും ഒക്കെയും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുണ്ട്. പോലീസ് ഗോ ബാക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണിപ്പോൾ. മനുഷ്യജീവൻ പൊലിയുമ്പോൾ